തടിയാട്ട തടിച്ച് നല്ല തടിയല്ലേ? വണ്ടി വിടാന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ചെയ്ത്താണല്ലോ ചെയ്ത്. അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്ത്. വിഷുവിന് വണ്ടി വിട്ടില്ലേ? അതിന് വേറെ ഏതോ ഫാമിലി മാറി കയറിയത്രേ. അപ്പൊ അത് വഴിയിലെത്തിയപ്പോഴാണ് അവനടുത്ത്. ബെസ്റ്റ് ഡ്രൈവറാണല്ലോ. അവനൊരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തു പോവാം. ഞാനെന്ത് ചെയ്യാനാ? കണ്ടില്ല, കണ്ടാലല്ലേ കയറാൻ പറ്റും. ഇതല്ലേ കുഞ്ഞി? ആ ജയശ്രീ ചേച്ചി. എന്താ പേര്? തനുജ. തനുന്ന് വിളിക്കും. മൂത്തൻ നിഖിൽ. വെന്റിലേറ്റർ എപ്പോഴാണ് മാറ്റുക? ഇപ്പം തന്നെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഇനി കുറച്ച് നേരം കൂടെ അല്ലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കരുതിയിട്ട് എന്താ കാര്യം? അവിടെയാണെങ്കിൽ അമ്മ സമാധാനമായിട്ട് കണ്ടിരിക്കും. ഞാനിത് എടുക്കാൻ പോവാണേ. എന്താ 6:50 അതിന്? ആ പാട്ടൊന്ന് കേൾക്കാനാ. പക്ഷെ യൂട്യൂബിൽ കേൾക്കടാ. ഇതിൽ കേട്ടിട്ട് കുറെ കാലമായില്ലേ. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. ഞാൻ ഒന്ന് വലിച്ചിട്ടില്ല. നീ വലിയ തുടങ്ങിയ ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. വലിയൊക്കെ തുടങ്ങിയോ? ഇവിടുന്ന് പോയതിന് ശേഷം തുടങ്ങിയ ശീല നിർത്താൻ നോക്കുന്നുണ്ട്. തിരിച്ചെന്നാ? 24th. ഇത്ര പെട്ടെന്ന് പോകണോ? പോയിട്ട് 1-2 അർജന്റ് മീറ്റിംഗ്സ് ഉണ്ട്. നഫീസയ്ക്ക് എന്തൊക്കെ പണിയുണ്ട്. ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. മോ ഹിന്ദുവാണോ? അവനങ്ങനെ മതമൊന്നുമില്ല. ഭാസ്കർ ഹിന്ദുവാക്കാൻ കുറെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലും കൊണ്ടുപോവായിരുന്നു. ലണ്ടനിൽ ഒത്തിരി അമ്പലങ്ങളുണ്ട്. ഇപ്പൊ പള്ളിയിലോ? ചെറുതാന്നപ്പോ കൊണ്ടുപോവായിരുന്നു. ഞാൻ നിസ്കരിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവനൊന്നും ചെയ്യാറില്ല. അവൻ അതിനോടൊക്കെ ഭയങ്കര പുച്ഛവും ദേഷ്യമൊക്കെയാണ്. പിന്നെ പറഞ്ഞു വരുമ്പോ UK ഒഫീഷ്യൽ റിലീജനൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, മിക്കവാറും നിരീശ്വരവാദികൾ അവിടെ. തന്നെ
താങ്കൾ പറഞ്ഞല്ലോ വിദ്യാർത്ഥി നേതാവാണ് പോലും. ഒരു സെക്കൻഡ് എനിക്ക് പൂർത്തിയാക്കണം. കേരളത്തിൽ താങ്കൾ ദേവസ്വം ബോർഡിൽ സംവരണം കൊടുത്തു പറഞ്ഞു. താങ്കൾ ഭരണഘടനയെ ബഹുമാനിക്കുന്നെങ്കിൽ ദേവസ്വം ബോർഡിൽ പട്ടികജാതി പട്ടികവർഗക്കാരെ ഹിന്ദു ജനസംഖ്യയിൽ 18% ആ 18% സംവരണം കൊടുക്കണം. നിങ്ങൾ കൊടുത്തുവെച്ച അവിടെ 12% മാത്രമാണ്. നിങ്ങൾ ഈഴവർക്ക് 3% കൂട്ടി കൊടുത്തു. ജെറ്റ്ലാഗാണോ? Oh, it's really bad. Morning on the Archanita, it's 7 in the evening now. I'm Nikhil, by the way. Riyadu. I'm Adira. In case you didn't know. Adira എന്ത് ചെയ്യുന്നു? MA social work. That's interesting. Why social service? Social work. Is there a big difference? ചെറിയച്ഛൻ പറഞ്ഞ ഇയാൾ സിനിമ പിടിക്കാൻ നടക്കണം. ഒരു വലിയ സിനിമ ചെയ്തിട്ട് വരുവാ. 12 minutes. കാണാൻ പറ്റുമോ? I don't think it's worth your time. എന്താ? വെറും കൈയോടെയാണോ വന്നേ? അല്ല, സാധനമുണ്ട്. എടുക്ക്, തുടങ്ങാം. ഇപ്പോഴോ? അതിനെന്താ, കഴിഞ്ഞില്ലല്ലോ. ഇവിടുന്ന് ഒരു ഫോൺ കോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. സേതോട്ടൻ്റെ പേര് കാണിച്ചപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു. അവസാനമായിട്ട് അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നായിരുന്നു അത്. 2 കാലം നില കമ്പിക്കല്ല സങ്കടമുണ്ട്. ഐഡിയ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഫിലിം കൊള്ളില്ല അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, കുറ്റം പറയാൻ പറ്റൂല. തനുവായിട്ടുള്ള ഏജ് ഡിഫറൻസ് എത്രയാ? Around 18 now? Yeah, I know. എനിക്കൊരു പ്രായപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി എന്നെ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. അപ്പോൾ അവൻ രണ്ടാമതൊരു കുട്ടിയും കൂടി ആവാൻ ഓർത്ത് കാണും. ശരിക്കും അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. പിന്നെ ലേറ്റ് 30s ഏർലി 40s പ്രഗ്നൻസി വളരെ കോമണാണ്. ഞങ്ങൾക്ക് ചെറിയ ഫിയർ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം സ്മൂത്തായി പോയി. അവര് കലാപരിപാടി തുടങ്ങിയെന്നാ തോന്നണേ. കുടിക്കുവോ? ആ, ഇടയ്ക്കൊക്കെ ഭാസ്കറിനൊപ്പം വീട്ടിൽ, അല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ വരുമ്പോൾ. നിങ്ങൾക്കൊക്കെ ആറാമല്ലേ? ചേച്ചി കുടിക്കുമോ? വല്ലപ്പോഴൊക്കെ. വിശ്വേട്ടൻ ഒറ്റയ്ക്ക് കുടിക്കുമ്പോഴേ കമ്പനിയൊക്കെ കൊടുക്കും. ഇപ്പം നമുക്കൊന്ന് പോയാലോ? ഓ, നിങ്ങളൊക്കെ എടുത്തിട്ടാണ്. ചേച്ചിയെ ആ മീൻ വറുത്തായ അങ്ങോട്ട് കൊണ്ടുവരണേ. യുനോ, ഞാൻ നിഖിലിനെ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു യു ദിസ് മലയാളം കുറച്ച് കച്ചറിയാം ടൈപ്പ് ഓഫ് ഗൈ. What's that? അറിയില്ല, TNR I think. Oh, but my Malayalam is pretty decent. അല്ലേ? പ്രത്യേകിച്ച് നാട്ടിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക്. സി, അച്ഛനമ്മ ഒരിക്കലും സമ്മതിക്കില്ല. അവരെന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. And the funny part is, ഉമ്മച്ചിയുടെ മലയാളം എന്നേക്കാളും മോശം.
വീട്ടിൽ മലയാളമാണോ സംസാരിക്കല്? വീട്ടില് അച്ഛനമ്മയും മലയാളം തന്നെയാ. ഞാൻ എപ്പോഴും ഇല്ല, ഡിപ്പെൻസ്. മൂഡ് പോലെ ഇരിക്കും. നമ്മൾ ആദ്യമായിട്ടല്ലേ ചേച്ചി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കുടിക്കുന്നത്? ആഹാ, അപ്പൊ ചന്ദ്രന്റെ കല്യാണത്തിന് അയച്ചതോ? ആ, ഞാൻ മറന്നു. അവൻ എങ്ങനെ ഓർക്കാനാ, നല്ല അടിയായിരുന്നല്ലേ. ഏയ് ചന്ദ്രുവിന്റെ കല്യാണം കഴിഞ്ഞു അല്ലേ? പിന്നെ കഴിഞ്ഞ 24 കൊല്ലത്തിനുള്ളിൽ അങ്ങനെ എത്ര പേരുടെ കല്യാണം കഴിഞ്ഞു. ഇതാരുടെയാ? ചെറിയച്ഛൻ്റെ തോന്നുന്നു. സേതു അങ്കിൾ ഗിറ്റാർ വായിക്കും? അല്ല, യുവർ ഡാഡ്. റിയലി? നന്നായി വായിക്കുന്ന സേതു ചെറിയച്ഛൻ പറഞ്ഞത്. എന്തായാലും വായിക്കാറില്ല അങ്ങനെ. എന്താ? ആർക്കറിയാം. നമുക്ക് പോയി നോക്കിയാലോ അടിയില് വായിക്കാമെന്ന്. അപ്പൊ ആരാ ഗിറ്റാർ പഠിക്കാൻ കൊണ്ടാക്കിയത്? അച്ഛൻ തന്നെ. ഇപ്പൊ ചോദിച്ചിട്ടില്ലായിരുന്നു എന്ത്? അച്ഛൻ വായിക്കില്ലേന്ന്? പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു. ഇപ്പൊ വീണ്ടും തുടങ്ങാൻ ഒരു തോന്നൽ. ഹാർട്ട് ഇസ് ഫുൾ ഓഫ് പെയിൻ. ഇതിപ്പോഴും ഉണ്ടോ ഇവിടെ? കളഞ്ഞില്ല അത്. ഇതിന്റെ കമ്പിയൊക്കെ പൊട്ടി കിടക്കായിരുന്നു, ഞാനത് ഇപ്പോഴത്തെ മാറ്റിയതാ. എന്തെങ്കിലും വായിക്ക ചെറിയച്ച. എനിക്ക് പറ്റില്ല, കുറെ കാലമായില്ലേ. ഇവൻ വായിക്കും.